അപ്പൊ കിട്ടിയില്ല അതിനുള്ളത്. പക്ഷെ മക്കളുടെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. എന്നാലും ഇത് ചോദിച്ചു മേടിച്ചതാണ്. രേണു ഇത് ചോദിച്ചു മേടിച്ചതാണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടെ ഉള്ളവർ നന്നാവണം. കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം. നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല. നമ്മളത് കട്ട് ചെയ്തു അവിടെ കൊണ്ട്. അല്ലെങ്കിൽ ഇത് കൂടെ നിന്നിട്ട് എന്താ പറയാ, ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പാമ്പെന്നും കൊലക്കച്ച് കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാനം ബിഷപ്പ് ഞാൻ 100% അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. യെസ്, രേണു സുധിയുടെ വീട് തിരിച്ചെടുക്കാൻ പോകാമെന്നുള്ള ന്യൂസ് നിങ്ങളെല്ലാം കേട്ടാണല്ലോ. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതേപോലെ അങ്ങനെ പെട്ടെന്ന് വീട് അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന എനിക്കൊരു കമൻറ്റാണ്, ഒരു പുള്ളിക്കാരി ഇട്ട കമൻറ്റാണ്, ചെറുക്കൻ നിനക്ക് ഇതേപോലെ നിയമം അറിയും, അതായത് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തൊരു സാധനം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഒരു ലേഡി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവരോട് പറയാനുള്ളത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ മണ്ടത്തരം. ഒന്നാമത്തെ കാര്യം, ഇത് ഗിഫ്റ്റ് ഡീഡാണ്. അതായത് ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഡീഡാണ്. അല്ലാണ്ട് ഇത് പഞ്ചായത്തിൻ്റെ പ്രോപ്പർട്ടി, ഗവൺമെൻറ് ഇൻക്ലൂഡഡ് അല്ല. ഇതിനകത്ത് നമ്മുടെ സർക്കാർ ഇതിനകത്ത് യാതൊരു പങ്കും വഹിച്ചിട്ടില്ല. അതായത് ഒരാൾക്ക് ഇതേപോലെ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഇതേപോലെ ഒരാൾക്ക് സ്ഥലം കൊടുക്കണമെങ്കിൽ തന്നെ അയാളുടെ പേരിലോ ഇതിലോ ഒരു സ്ഥലമോ ഇതൊന്നും പാടില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ സർക്കാർ പഞ്ചായത്ത് സ്ഥലം അനുവദിച്ചു കൊടുക്കുകയുള്ളൂ വീട് വെക്കാനായിട്ട്. അല്ലാണ്ട് ചുമ്മാ കണ്ണി കണ്ടവർക്കൊക്കെ വീട് വെച്ച് കൊടുക്കാനായിട്ട് വിധവയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ പഞ്ചായത്തുകാരൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കത്തില്ല. അതായത് അവരുടെ പേരിൽ ഒരു സ്ഥലമോ ഒരു ഇതോ പ്രോപ്പർട്ടീസോ കാര്യങ്ങളൊന്നും പാടില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പഞ്ചായത്ത് വെച്ച് കൊടുക്കത്തുള്ളൂ. അത് പഞ്ചായത്തിൻ്റെ, അത് നമ്മുടെ സർക്കാർ ഇടപെടുന്ന കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അച്ഛൻ എന്ന് പറയുന്നത് സർക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ല. അച്ഛൻ ഗിഫ്റ്റായിട്ടാണ് കൊടുത്തത്. ഈ സാധനം ഗിഫ്റ്റ് ഡീഡാണ്. പക്ഷേ ഈ ഗിഫ്റ്റ് ഡീഡ് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. ചില ക്ലോസസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ചില ക്ലോസസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ആ ക്ലോസസ് മിക്ക ഇതേപോലെ ഗിഫ്റ്റ് ഡീഡിൽ വെക്കാറില്ല സാധാരണ. ഇതേപോലെ പുള്ളിക്കാരൻ ഇത്രയും സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആ നോർമലി ഇതേപോലെ ഒരു വിധവയായിട്ടുള്ള ഒരാൾക്ക് ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ മറ്റേ ഇതേപോലെ സെയിൽ ഡീഡ് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് നമ്മളെല്ലാം കണ്ടത്. അതിൻ്റെ അകത്ത് പുള്ളിക്കാരനും രേണുസുധിക്ക് ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും പുള്ളിക്കാരൻ ഇത് പുള്ളിക്കാരിക്ക് എഴുതിയാണ് കൊടുത്തത്, അത് ഇഷ്ടദാനമാണ് കൊടുത്തത്. അപ്പോൾ വ്യക്തമായി വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ബ്ലഡ് റിലേഷൻ അല്ലാത്ത ഒരാൾക്ക് ഇതേപോലെ ഗിഫ്റ്റ് ഡീഡ് കൊടുക്കണമെങ്കിൽ 6% രജിസ്ട്രേഷൻ ടാക്സ് കൊടുക്കണം. അതെന്തായാലും ഇവർ പേ ചെയ്തിട്ടായിരിക്കും നോർമലി ഈ സെയിൽ ഡീഡ് നടന്നിട്ടുണ്ടാകുന്നത്. അതായത് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ, ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചി, അനിയത്തി ഉണ്ടെങ്കിൽ അനിയത്തി, ഇവർക്കൊക്കെ മാത്രമേ ഇപ്പം നിലവിൽ നമുക്കൊരു സ്ഥലം ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത വേറൊരു തേർഡ് പാർട്ടി ആൾക്ക് ഇതേപോലെ സ്ഥലം കൊടുക്കണമെങ്കിൽ, ഗിഫ്റ്റായിട്ട് തന്നെ ഒരു സ്ഥലം കൊടുക്കണമെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്, ആ സ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂ എത്രയാണോ ആ ഫെയർ വാല്യൂവിന് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ സ്ഥലം കൊടുത്തിട്ട് പിന്നെ വേറൊരു കുറേ പേര് പറയുന്നുണ്ട് ഇതേപോലെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് 7 ദിവസത്തിനുള്ളിൽ. ഇത് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. 7 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന രേണുസുധി ആയാലും രേണുസുധിയുടെ കൂട്ടുകാരി ആയാലും ഈ പറയുന്ന സകലമാന വീഡിയോസും നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്തില്ല എങ്കിൽ ദാനമായിട്ട് കൊടുത്തിരുന്ന ആ ഒരു വസ്തു ഉണ്ടല്ലോ അത് ക്യാൻസൽ ചെയ്തിരിക്കും. ഇതേപോലെ 7 ദിവസത്തിനുള്ളിൽ ഇതേപോലെ അച്ഛൻ അഗെയിൻസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെ ഇവർ നിയമനടപടികൾ ഇതേപോലെ ഇവർ കുറച്ചും കൂടെ ഫെർദർ പ്രൊസീഡിങ്സ് വേണം. അതായത് ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്ത സ്ഥലം തിരിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ടെക്നിക്കലി ഇമ്പോസിബിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോർമലി ഇങ്ങനെ ഗിഫ്റ്റ് ഡീഡ് ചെയ്ത സാധനം നോർമലി അങ്ങനെ വൺസ് ഡീഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത്രയും വർഷം കഴിഞ്ഞ് നമുക്ക് അതേപോലെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് പക്ഷേ ചില കണ്ടീഷനിൽ, ചില അപൂർവ കണ്ടീഷനിൽ മാത്രമേ ഇതേപോലെ ക്ലോസ് വെക്കത്തുള്ളൂ. പക്ഷേ ഇതേ ക്ലോസ് വെച്ചിട്ടുള്ള എഗ്രിമെൻ്റ് ആണെന്ന് തോന്നുന്നത്. ഇൻ കേസ് ക്ലോസ് വെച്ച എഗ്രിമെൻ്റ് ആണെങ്കിൽ തന്നെ, ഇപ്പോൾ ഇത് ക്ലോസ് വെച്ച എഗ്രിമെൻ്റ് ആണെന്ന് തന്നെ വിചാരിക്കുക. 2023 കൊടുത്ത പ്രോപ്പർട്ടി 23, 24, 25 ഇതിൻ്റെ അകത്ത് നമ്മൾ ലാൻഡ് ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് കരം, നമ്മുടെ സ്ഥലത്തിൻ്റെ ഭൂമിയുടെ കരം. അതിപ്പോൾ ഇതിന് മുന്നത്തെ 2022 അച്ഛൻ്റെ പേരിൽ, ഇപ്പോൾ അച്ഛൻ്റെ സ്ഥലമായതുകൊണ്ട് അച്ഛൻ്റെ പേരിലായിരിക്കും ഈ കരമുള്ളത്. അതേസമയത്ത് നമ്മുടെ പേരിലോട്ട് ആക്കിയതിന് ശേഷം രേണുസുധി 2024, 25 കരം അടച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഇതാണ്. അത് ഈ എഗ്രിമെൻറ്റ് വാലിഡ് ആയിട്ടിരിക്കുന്ന സമയം ഇതേപോലെ ക്ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ഞാനാണ് ഇവിടെ താമസിക്കുന്നത് പറഞ്ഞ് രേണുസുധിക്ക് വേണമെങ്കിൽ ഇത് അപ്പീൽ ചെയ്യാം. അതായത് ഇതേപോലെ ഞാനാണ് എനിക്ക് കിട്ടിയ സ്ഥലമാണ് 2024, 25 ഇതേപോലെ ലാൻഡ് ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വാലിഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇൻ കേസ് ഇവർ കേസിന് ലീഗലി മൂവ് ചെയ്യാന്ന് വെച്ചോ, ഇത് ഇതൊരു എല്ലാവരുടെയും വിചാരം ഇത് സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ഒരു തെറ്റായ ധാരണയാണ്. അതായത് ഇതേപോലെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ രേണുസുധീനെ നാളെയോ മറ്റന്നാളോ, അതായത് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസുകാർ ഇറക്കി വിടും എന്നാണ് കുറേ പേര് വിചാരിച്ചത്.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിവിൽ കേസാണ്. ഇത് അച്ഛൻ ഇപ്പം ലീഗലി ഇവർ ക്ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ ലീഗലി അവർ അച്ഛൻ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം 15-20 വർഷം എടുക്കും ഇതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഒരു വിധി കിട്ടാനായിട്ട്. രേണുസുധിക്ക് ഇപ്പോൾ ഇത് അല്ലെങ്കിൽ രേണുസുധിനെ ഇപ്പോൾ ഇറക്കി വിടണമെങ്കിൽ തന്നെ ആ വിധി കിട്ടണമെങ്കിൽ തന്നെ ഒരു 15-20 വർഷം എടുക്കും. അത് സിവിൽ കേസാണ്. ഇത് നോർമലി സിവിലിലാണ് പെടുന്നത്. ക്രിമിനൽ കേസസ് ആണെങ്കിൽ മാത്രമേ അത് നോർമലി ഫാസ്റ്റായിട്ട് പ്രൊസീഡ് ആവത്തുള്ളൂ. ഒരു 5 വർഷം 6 ക്രിമിനൽ കേസ് ആണെങ്കിൽ പോലും 6 വർഷം 7 വർഷമൊക്കെ എടുക്കും. സിവിൽ കേസസ് ആണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. ഒരു 15-20 വർഷം എടുക്കും ഇതിൻ്റെ ഒരു വിധി കിട്ടാനായിട്ട്. എല്ലാവരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞ് അപ്പം തന്നെ ഇവർ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഇനി അപ്പം തന്നെ കേസ് കൊടുക്കും, ഒരു മാസത്തിനുള്ളിൽ രേണുസുധിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് എല്ലാവരുടെയും വിചാരം. അങ്ങനെയല്ല. ഇത് കേസ് നടത്തി കോടതി ഒരു വിധി വരുന്ന സമയത്ത് ഏകദേശം ഒരു 15-20 വർഷം എടുക്കും. പക്ഷേ രേണുസുധി അത്രയും കാലം ഇതേപോലെ ലാൻഡ് ടാക്സ് അത്രയും വർഷം ഇതേപോലെ ഈ 15 വർഷം കേസ് നടക്കുന്ന സമയത്ത് ഓരോ വർഷം ഇതേപോലെ ലാൻഡ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ഇതുണ്ട്, കുടിയോടൊപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള സാധനമുണ്ട്, അത് പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് ഇത്രയും കാലം 10 വർഷം മുകളിൽ 10-15 വർഷം മുകളിൽ ഞങ്ങൾ ഇന്ന പ്രോപ്പർട്ടിയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്ഥലം അല്ലെങ്കിൽ പോലും ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടിയെ 15 വർഷം താമസിച്ചിട്ടുണ്ട്, അതായത് ഒരു മറ്റേ റെൻ്റൽ അഗ്രിമെൻ്റ് ഇല്ലാണ്ട് 15 വർഷം താമസിച്ചിട്ടുണ്ട്. അതായത് അത് പൊസഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും, നമുക്ക് ഇതേപോലെ അപേക്ഷിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ലാൻഡ് ടാക്സിന് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം വിൽക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് സ്ഥലം നമ്മുടെ പേര് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ലീഗലി നോക്കുകയാണെങ്കിൽ രേണുസുധിക്കാണ് ഫേവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന സോഷ്യൽ മീഡിയ വിചാരിക്കുന്ന പോലെ ഇത് പെട്ടെന്ന് അങ്ങനെയൊന്നും ഇറക്കി വിടാൻ പറ്റത്തില്ല. ഇതിന് കുറേ നിയമവശങ്ങളുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ അച്ഛന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയായിട്ട് ഇവരായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് ഇതേപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ടോക്സ് നടത്തിയിട്ട് ഇപ്പോൾ രേണുസുധിക്ക് ഇതേപോലെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കോംപ്രമൈസ് ടോക്ക് നടത്തിയിട്ട് ഇതേപോലെ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലാണ്ട് അച്ഛന് വേണമെങ്കിൽ ഇതേപോലെ ക്ലോസ് വെച്ചിട്ട് അച്ഛന് കേസ് കൊടുക്കാം. പക്ഷേ അത് ഈ സിവിൽ കേസ് ആയതുകൊണ്ട് എങ്ങനെ പോയാലും ഒരു 15-20 വർഷം എടുക്കും കേസിനൊരു വിധി വരാനായിട്ട്. അപ്പോൾ അത്രയും കാലം ഇതേപോലെ ഈ സാധനം തള്ളിപ്പോവും. ഇപ്പോൾ കുറേ പേരുടെ വിചാരം ഇതേപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ രേണുസുധി കാണിച്ചത് ശരിയാണോ എന്ന് കുറേ പേര് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. എന്ന് വെച്ചാൽ അച്ഛനെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമുക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ സമയത്ത് ഇതേപോലെ പാവമായിട്ട് ഇത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സമയത്ത് ഈ പുള്ളിക്കാരൻ സഹായിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ഇപ്പം നമ്മളൊരു ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അച്ഛൻ്റെ സൈഡിൽ നിന്നൊന്ന് ചിന്തിക്കണം. ഞാനിപ്പോൾ ഒരാളെ സഹായിച്ചു, അതായത് അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാനൊരാളെ സഹായിച്ചു. നമ്മളെ ഫ്രീ ആയിട്ട് നമ്മൾ സഹായിച്ച ആൾ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവർക്ക് പൈസയൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്കെതിരെ തിരിച്ച് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നു, ഇതേപോലെ വീഡിയോസ് ഇതേപോലെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി വരുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഭയങ്കര ഇത് ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല, എന്തിനാണ് ഞാൻ ഇവന് കൊടുത്തതെന്ന് പറഞ്ഞൊരു കുറ്റബോധമുണ്ട്. അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ഈ പുള്ളിക്കാരിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരിക്ക് ഈ 2 പേരും കൂടെ ചേർന്ന് ഈ അച്ഛനെക്കുറിച്ച് വളരെ മോശമായിട്ട്, അതായത് അച്ഛൻ്റെ ഇതേപോലെ ബിഷപ്പല്ല വിഷപ്പാമ്പാന്ന് പറഞ്ഞ് രേണുസുധി കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അച്ഛനെക്കുറിച്ച് മോശമായ കുറേ ഇത് പറയുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് ഇതേപോലെ കച്ച കെട്ടി ഇറങ്ങും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതേപോലെ അച്ഛനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അച്ഛൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ അച്ഛനെ ആക്രമിക്കുന്നതിന് പകരം അച്ഛനോട് നേരിട്ട് പോയി അച്ഛൻ എന്താ പ്രശ്നം, അച്ഛനായിട്ട് ഞാൻ എന്തെങ്കിലും പ്രശ്നം നേരിട്ട് അങ്ങ് സംസാരിച്ച് തീർക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ. നിങ്ങളെ സഹായിച്ച ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയത്ത് വേറെ ആരും സഹായിക്കാൻ വന്നില്ല, ഇവരൊക്കെയുള്ളൂ സഹായിക്കാൻ വന്നത്. ആ സഹായിക്കാൻ വന്ന ആൾക്കാരുടെ അടുത്ത് നേരിട്ട് പോയി ചോദിച്ചാൽ പോരെ, അന്നൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ പോയാൽ പോരെ. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയ വന്ന് ഇതേപോലെ ഒരാളെ ഇതേപോലെ ഡിഫെയിം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. അച്ഛൻ്റെ കേസസിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ കുറേ പേരുടെ വിചാരമുണ്ട് ഇതേപോലെ ഒരു രേണുസുധിക്ക് അഗെയിൻസ്റ്റ് ഇതേപോലെ വക്കീൽ നോട്ടീസ് ഒന്നുണ്ട്, അപ്പോൾ ഉടനെ ഇറക്കി വിടും എന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഭയങ്കര ആഘോഷമാണ്. പക്ഷേ ഞാൻ പറയുന്നു ഇതൊരു സിവിൽ കേസ്. ഇൻ കേസ് ക്ലോസ് ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു സിവിൽ കേസാണ്. സിവിൽ കേസ് ആയതുകൊണ്ട് എങ്ങനെ പോലും 15-20 വർഷം എടുക്കും കേസ് നടന്ന് ഒരു വിധി വരാനായിട്ട്. എന്തായാലും നോക്കുക. നിങ്ങൾ എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.